ഇപ്പൊ ആരെ ഉദവ് മുറിഞ്ഞ സലഫി ഒന്നാകെ മുറിഞ്ഞു. ഉദവ് മാത്രമല്ല, കുളിയും മുറിഞ്ഞു. ഇവിടെ എല്ലാം മുറിഞ്ഞു. കാരണം എന്താ? ഇപ്പൊ മുമ്പിൽ വായിച്ച എന്താ? കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. ഞങ്ങൾ വരെ അത്ര പറഞ്ഞിട്ടില്ല. ഇതേ ആവശ്യം അൽഹംദുലില്ലാ അബ്ദുറഹ്മാൻ സലഫി തന്നെ പറഞ്ഞു, കാഫിർ ജിന്നാണോ ശിർക്ക്, മുസ്ലിം ജിന്നാണോ വസിയത്തു ശിർക്ക്. അതാണ് ആലു ശൈഖ് പറഞ്ഞത്. അതല്ലേ ഞാൻ പറഞ്ഞപ്പോൾ ദുർവ്യാഖ്യാനം. മൂപ്പർ പറഞ്ഞപ്പോഴോ ആലു ശൈഖ് പറഞ്ഞപ്പോൾ എവിടുന്ന ഞങ്ങൾ പുറത്താക്കാന്ന്? KNM മെമ്പർഷിപ്പ് ഉണ്ടെങ്കിൽ അല്ലേ പുറത്താക്കുക? മെമ്പർഷിപ്പിന് പുറത്താക്കുമോ എന്നല്ല ചോദിച്ചത്. അടുത്ത സമ്മേളനത്തിന് വിളിക്കണ്ട, നിങ്ങൾ ഓർഡർ ഇടി. ആലു ശൈഖ് സലഫില്ല എന്ന് പറയും, ആലു ശൈഖ് ജിന്നൂരിയ എന്ന് പറയും. സാലിഷ് പറഞ്ഞ പോലെ പറയാൻ ധൈര്യം കാണിക്ക്. എന്താ ആലു ശൈഖ് തോട്ട് കയറി എന്ന് സാലിഷ് പറഞ്ഞു. കാരണം ഓൻ അത്രേ ബുദ്ധിയുള്ളൂ എന്നാ അത് നിങ്ങൾ പറയും. അതെന്തെങ്കിലും പറയാത്തത്? അപ്പൊ ഏതാണ് രണ്ടാമത്തെ ചോദ്യം? മൂപ്പർ ശൈഖ് കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം നിങ്ങൾ പറഞ്ഞല്ലോ, എന്ത്? ഇസ്തിംദായിൽ ഇസ്തിആനത്ത് പെടും. ഇസ്തിആനത്ത് ആ ഇസ്തിംദാ ആവട്ടെ ശിർക്കായതുണ്ട്, വസീലയായതുണ്ട്, തർക്കമില്ല. അതിൽ ഇസ്തിആനത്ത് പെടും, അതിനും തർക്കമില്ല. എങ്കിൽ ചോദിക്കട്ടെ, നിങ്ങളൊക്കെ ഇപ്പൊ നാട് നീളെ പറയുന്നു ജിന്ന് അഭൗതികാണ്, കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറത്താണ്, ജിന്ന് എന്ത് ചെയ്താലും അഭൗതികാണ്, അതുകൊണ്ട് ജിന്നുമായുള്ള ഏത് ഇടപാടും പറ്റൂല എന്നാണ് നാസസുലമൊക്കെ പ്രസംഗിച്ചിരുന്നത്. എങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംദാ ഉണ്ടാകരുത്? എന്റെ മൂന്നാമത്തെ ചോദ്യം. അഭൗതികമായ ജിന്ന്, കാര്യകാലബന്ധങ്ങൾക്ക് അപ്പുറമുള്ള ജിന്ന്, അതിനോട് എങ്ങനെയാ ഒരു അഭൗതികമല്ലാത്ത ഒരു ഭൗതികമായ ശിർക്ക് ആവാത്തൊരു ഇസ്തിംദാഴ് അതെങ്ങനെ ഉണ്ടാകുക? സലഫി പോലും വിചാരിച്ചിട്ടില്ല അതിങ്ങനെയൊക്കെ ആവുന്നത്. കുട്ടികളെ ഇടങ്ങാറാക്കി നിർബന്ധിച്ച് പിടിച്ചു വലിച്ചു കൊടുന്നപ്പോൾ ആടിനെ കുളത്തേക്ക് കുളിപ്പിക്കാൻ ഇറക്കണ പോലെ കൊണ്ടുവന്നതാ പിടിച്ചു വലിച്ചിട്ട്. ഇത്ര വലിയ കുടുക്കാവെന്ന് വിചാരിച്ചിട്ടില്ല. അതുകൊണ്ട് ഈ ഇസ്തിംദായിൽ പലവിധമുണ്ട് നിങ്ങൾ പറഞ്ഞു. ഇസ്തിംദായിൽ ഇസ്തിആനത്ത് പെടുമെന്നും പറഞ്ഞു. ഇസ്തിംദാ ശിർക്കായതും വസീലയായതും ഹറാമായതുണ്ടെന്നും പറഞ്ഞു. എങ്കിൽ അഭൗതികമായ ജിന്നിനോട് എങ്ങനെയാണ് ശിർക്കല്ലാത്ത ഇസ്തിംദാ ഉണ്ടാകുക? അതാണ് ഞാൻ കിട്ടേണ്ടത്, അതാണ് നിങ്ങൾ പറയേണ്ടത്. അതാണ് മൂന്നാമത്തെ ചോദ്യം. അപ്പൊ ഒന്നാമത്തെ ചോദ്യം, ആലു ശൈഖ് തള്ളുമോ, ജിന്നൂരിയാണെന്ന് പറയുമോ? അത് നിങ്ങൾ പറയാം, അത് നിങ്ങൾ പറയേണ്ടതുണ്ട്. ഇനി കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പറയോ അഭൗതികമായ മൊഹീദ്ദീൻ ശൈഖിനോട് ശിർക്കല്ലാത്ത ചോദ്യം ഉണ്ട് എന്ന് നിങ്ങൾ പറയോ? അവിടെ ഒരു ഇസ്തിംദാ ഉണ്ടാവുമല്ലോ. ശൈഖ് അഭൗതികാണ്, മൊഹീദ്ദീൻ ശൈഖ് അഭൗതികാണ്, പക്ഷെ എന്നാലും എല്ലാ ഇസ്തിംദാവും എന്തല്ല ശിർക്കല്ല എന്ന് നിങ്ങൾ പറയേണ്ടി വരും ഈ പറച്ചിൽ പറഞ്ഞാൽ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം ബാക്കി നിൽക്കുന്നു, ആലു ശൈഖ് തള്ളുമോ, ജിന്നൂരിയാണെന്ന് പറയുമോ, സലഫിയല്ലെന്ന് പറയുമോ? രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞു ഏതായാലും ഇസ്തിംദായിൽ ഇസ്തിആനത്ത് പെടും. എങ്കിൽ മൂന്നാമത്തെ ചോദ്യം പറയണം. ഇപ്പൊ തിരിഞ്ഞില്ലേ ബ്രസീൽ ആരാ, ജർമ്മനി ആരാ, സൂപ്പർ സ്റ്റുഡിയോ ആരാ? ഇപ്പൊ തിരിഞ്ഞില്ലേ ആ കീബറൊക്കെ പറയുമ്പോൾ അനീഫ്ക ഇനിയെങ്കിലും ആലോചിക്കണം. ഞങ്ങൾ പറഞ്ഞിട്ടില്ല, അതൊന്നും നിങ്ങളാണ് പറഞ്ഞത്. അപ്പൊ ഏതായാലും ശരി, ബ്രസീൽ വന്നാലും ബ്രസീലിലെ കാക്ക വന്നാലും ഇത്രയേ ഉള്ളൂ. ബ്രസീലും കാക്കയും കളിയൊക്കെ അവിടെ വെച്ചാളി. ഇവിടെ വിഷയത്തിലേക്ക് വരിക. ഇപ്പം എന്താ മുസ്ലിയാർ പറഞ്ഞതെന്നറിയോ? ആലു ശൈഖിനെ ജിന്നൂരിയാന്ന് വിളിക്കുമോന്ന്, സംഘടനയിൽ നിന്ന് പുറത്താക്കുമോന്നല്ലാന്ന്. എന്തിനാ ഈ അനാവശ്യമായ കാര്യങ്ങളിലേക്ക് പോകേണ്ട കാര്യം? ഈ സംഘടന ഇല്ലാതെ തന്നെ പുറത്താക്കി കിടക്കണ പണി ഇങ്ങൾക്കും ഉള്ളൂ. അപ്പോൾ ഇപ്പം മൂപ്പര് ചോദിക്കുന്നത് ജിന്നൂരിയാന്ന് വിളിക്കുമോ സമ്മേളനത്തിന് വിളിക്കാതിരിക്കുമോന്നാ. സമ്മേളനത്തിന് ആരൊക്കെ വിളിക്കേണ്ടത് വിളിക്കേണ്ടാത്തതെന്ന് അതിൻ്റെ ആ സമ്മേളനം നിശ്ചയിക്കുന്ന സന്ദർഭത്തിലാണ് തീരുമാനിക്കുക. അതിനിപ്പോൾ ചോദിച്ചിട്ട് കാര്യമല്ല, മനസ്സിലായോ? ആ ജാതി ചോദ്യം വലിയ ചോദ്യമാക്കി കൊണ്ടു നടക്കും വേണ്ട. ഇവിടുത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഇപ്പം നിങ്ങൾ ഇതിനേക്കാൾ ഞങ്ങളും പറയാത്തതാ പറഞ്ഞത്. കാരണം നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾക്കറിയില്ല. രാവിലെ പറഞ്ഞത് വൈകുന്നേരം മാറ്റി പറയും, മനസ്സിലായോ? ഫൈസൽ മുസ്ലിയാർ ഭൗതികൊട്ട് കളിക്കാൻ നോക്കല്ല. ഈ നാട്ടിലുള്ള കുറേ കുട്ടികളെ തല ബടക്കാക്കിയിട്ട് അവസാനം കോഴിച്ചന സംവാദത്തിന് ഇരുന്നപ്പോൾ ഭൗതികം എന്ന് പറഞ്ഞ് കുഴപ്പത്തിലാക്കിയ മുസ്ലിയാർ അവിടെ എത്തിയപ്പോൾ പറയാണ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദൃശ്യവും അഭൗതികവുമായ ജിന്നിനോടുള്ള പോരെ, അവിടെയാണ് ഞങ്ങൾ പിടിക്കുക. അതാണ് നിങ്ങൾക്കുള്ള വ്യവസ്ഥക്കിരിക്കാനുള്ള പേടി. അതാണ് ആടിനിറക്കണ മാതിരിയല്ല, കടുങ്ങനെ മുടിയാളയാൻ വിളിച്ച മാതിരി തന്നെയാണ്. മുടിയാളയാൻ സമ്മതിക്കാതെ പാഞ്ഞ് കളിക്കുകയാണ്. എന്നാൽ ആ പത്തപ്പിരിയെത്തുന്നത് സമ്മതിക്കാത്ത നിങ്ങളെ ഇതിന് നിർബന്ധിച്ച കുട്ടികൾക്കറിയാം, ഫൈസൽ മുസ്ലിയാർ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ ഞങ്ങൾ ഇത് ഈ കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കും എന്ന് വരെ പറഞ്ഞിട്ടുള്ള കുട്ടികളുണ്ടെന്നാണ് ഞാൻ ഹോസ്പിറ്റലിലാണ് ഞാൻ കേട്ട വിവരം. അതാണ്, നേർക്ക് നേരെ എന്നോട് പറഞ്ഞതല്ല. അത്തരത്തിലുള്ള ഒരു സമ്മർദ്ദത്തിന് കുടുങ്ങിയാണ് താങ്കൾ ഇവിടെ വന്നതെന്ന് എനിക്കറിയാം.
അപ്പൊ ഇവിടുത്തെ പ്രശ്നം എന്റെ വാദമല്ല മുസ്ലിയാരെ, നിങ്ങളുടെ തെളിവാണ് ഞാൻ പോസ്റ്റ്മോർട്ടം നടത്തിയത്. നിങ്ങളിവിടെ തെളിവിനുദ്ധരിച്ച ആലു ഷെയ്ഖിന്റെ വാചകത്തിലുള്ളത് മുസ്ലിം ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കും, കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം ശിർക്കുമെന്നാണ്. ഇവിടെ ആലു ഷെയ്ഖ് ഉദ്ധരിച്ച ഈ ആയത്ത് മുസ്ലിയാരെ നിങ്ങൾ ഉദ്ധരിച്ചത് മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ ശിർക്കാവില്ല, വസീലത്തു ശിർക്കാകുന്നതാണ് എന്നുള്ള തെളിവ് ചോദിച്ചപ്പോൾ അതിനാണ് നിങ്ങൾ ഉദ്ധരിച്ചിട്ടുള്ളത്. വസീലത്തു ശിർക്ക് ആവുമെന്നതിനുള്ള തെളിവേത് എന്ന് ചോദിച്ചപ്പോൾ മുസ്ലിം ജിന്നിനോട് സഹായം തേടിയാൽ വസീലത്തു ശിർക്കാകും എന്നതിനുള്ള തെളിവേത് എന്ന ചോദ്യത്തിനാണ് ഈ ആയത്തോതിയത്. എന്നാൽ ഈ ആയത്തിൽ പറഞ്ഞ ജിന്ന് മുസ്ലിം ജിന്നല്ല, അത് കാഫിർ ജിന്നാണ്. കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം മുസ്ലിയാർ ഉദ്ധരിച്ച തെളിവിൽ പറഞ്ഞത് ശിർക്കാണെന്നാണ്, വസീലത്തു ശിർക്കാണെന്നല്ല. ശരിക്കും മനസ്സിലാക്കിക്കോ, കാഫിർ ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണെന്നല്ല, ശിർക്കാണെന്നാണ് ആലു ഷെയ്ഖ് പറഞ്ഞത്. ആലു ഷെയ്ഖ് പറഞ്ഞതും തിരിഞ്ഞില്ല, അതേപോലെ തന്നെ ഈ ആയത്തിന്റെ അർത്ഥവും തിരിഞ്ഞില്ല. ഇസ്തിംതാഉം അതേപോലെ ഇസ്തിആനത്തും തമ്മിലുള്ള വ്യത്യാസവും തിരിഞ്ഞില്ല. ഞാനിവിടെ എൻ്റെ വാദമായിട്ടല്ല ഉദ്ധരിച്ചത്, എനിക്ക് തെളിവായിട്ടല്ല ഉദ്ധരിച്ചത്. മുസ്ലിയാർക്ക് തെളിവായി ഉദ്ധരിച്ച ആലു ഷെയ്ഖ് മുസ്ലിയാരുടെ വാദത്തിന് എതിരാണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ഈ പ്രധാനപ്പെട്ട തെളിവിൽ നിന്ന് തെന്നിമാറി, വിഷയത്തിൽ നിന്ന് തെന്നിമാറി എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിച്ച് സമയവും അവസരവും നഷ്ടപ്പെടുത്തിയിട്ട് കാര്യമില്ല. ജിന്നിനോടുള്ള സഹായതേട്ടം, മുസ്ലിം ജിന്നിനോടുള്ള സഹായതേട്ടം വസീലത്തു ശിർക്കാണെന്നതിനാണ് കാഫിർ ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് വ്യക്തമാക്കിയ ആയത്ത് നിങ്ങൾ ഉദ്ധരിച്ചത്. ആ ആയത്തിന് അങ്ങനെ അർത്ഥമില്ലെന്നും ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടില്ലെന്നും അതേപോലെ ഖുർത്തുബി പറഞ്ഞിട്ടില്ലെന്നും ഞാൻ വ്യക്തമാക്കിയപ്പോൾ ഇബ്നു അബ്ബാസും പോയി ഖുർത്തുബിയും പോയി ആലു ഷെയ്ഖിനെ പിടിച്ച് ആലു ഷെയ്ഖിന്റെ പിന്നാലെ കൂടുകയാണ്. നിങ്ങൾ രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് ശരിയായ ചോദ്യം വിഷയവുമായി ബന്ധപ്പെട്ട് ചോദിക്കുക, അതാണ് ഈ അവസരത്തിൽ ജനങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആ ചോദ്യം ഉന്നയിച്ചാൽ അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ പറയും. ഇപ്പൊ മൂപ്പരുടെ ചോദ്യം നിങ്ങൾ ജിന്നൂരിയാണെന്ന് പറയുമോ, സമ്മേളനത്തിന് വിളിക്കുമോ ഇല്ലയോ? ഞാനാണ് ഇതൊക്കെ വിളിക്കലെന്നാ വിചാരിച്ചത്. ഒരു കമ്മിറ്റി കൂടിയിട്ട് തീരുമാനിച്ച് എന്നെ ക്ഷണിക്കാൻ പറഞ്ഞാച്ചാ പോയി വിളിക്കും. മൂപ്പരുടെ വിചാരം അതാണല്ലോ. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൽ നടക്കണതൊക്കെ ഞാനാണെന്നാ. നാം മനസ്സിലാക്കിക്കോ, ജിന്നിനോടുള്ള സഹായത്തേട്ടൻ ശിർക്കാണെന്ന് സക്കരിയ വരെ ഒപ്പുവെച്ച് ജമിയത്തുൽ ഉലമയുടെ ഏകകണ്ഠ തീരുമാനമാണ്. ISM-നെയും MSM-നെയും സസ്പെൻഡ് ചെയ്യുന്ന യോഗത്തിൽ PN-ഉം പറപ്പൂരും ഹാജരാണ്. കടുത്ത തീരുമാനത്തിന് ഞാൻ എതിരല്ലെന്നാണ്. ഇഹ്യാഉത്തുറാത്ത് എന്ന് ചില കടപ്പാടുണ്ടെന്ന് നമുക്കറിയാം. ആ കടപ്പാടിനോടുള്ള കൂറായിക്കൊണ്ട് ആവർത്തിക്കുന്ന നിങ്ങൾ ഉരുവിടുന്നത്. ആ PN-ഉം പറപ്പൂരും ഇപ്പൊ എവിടെ നിൽക്കുന്നത്? അതങ്ങൾ ചോദിച്ചത്. PN-ഉം പറപ്പൂരും മാത്രമല്ല, അന്ന് ഒപ്പിട്ട 10 പേരിൽ എത്ര ആൾ ഇപ്പങ്ങളൊപ്പുണ്ട്, എത്ര ആൾ ഇപ്പുറത്തുണ്ട്? കണക്കൂട്ടി നോക്കി. അതല്ല ആവശ്യം. ആ ഒപ്പൊക്കെ ഇടിച്ചിട്ടും തിരിഞ്ഞു സംഗതി എന്താന്നുള്ളത് അതൊന്നും മറുപടി ആവില്ല. എന്റെ മൂന്നാമത്തെ ചോദ്യത്തിന് മറുപടി എവിടെ സലഫി? മൂന്നാമത്തെ ചോദ്യം മറുപടി എവിടെ? ജിന്ന് അഭൗതികമാണെങ്കിൽ അഭൗതികമായ ജിന്നോട് എങ്ങനെയാ ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംതാ ഉണ്ടാവുക? നിങ്ങൾ പ്രസംഗിച്ചെന്താ? ജിന്ന് എന്ത് ചെയ്താലും അഭൗതികമാണ്, ജിന്നിന്റെ കഴിവ് അഭൗതികമാണ്, എല്ലാം അദൃശ്യമാണ്, എല്ലാം ശിർക്കാണ്. പിന്നെ എങ്ങനെ അഭൗതികമായ ജിന്നിനോട് ശിർക്ക് അല്ലാത്തൊരു ഇസ്തിംതാ ഉണ്ടായി? അതങ്ങൾ പറയേണ്ടത്. എന്തേ പറയാത്തത്? ആലു ഷെയ്ഖിനെ മൂപ്പർക്ക് ഇപ്പോഴും തള്ളാനും വെച്ച കൊള്ളാനും വെച്ച ഇങ്ങനെ ഹലക്കിന് പിടിക്കല് എന്തേ പറയാത്തത്? ഇതൊക്കെ കമ്മിറ്റി ഉണ്ട്, കമ്മിറ്റി കൂടുന്ന. ഏത് കമ്മിറ്റി? എന്ത് കമ്മിറ്റി? ഇപ്പൊ ഞാൻ ആരാ ബാക്കിയുള്ളത്? ഇപ്പൊ യോഗം വിളിച്ച ആരാ വരുന്നത്? പീക്കാമ സാഹിബ് വരുന്നില്ല, അതേപോലെ ഏലാങ്കോട് വരുന്നില്ല, അതേപോലെ ഹസൻ സാഹിബ് വരുന്നില്ല. ഞാൻ ആകെ 2-3 അതിനെ നേരത്തെ പറഞ്ഞത് എന്ത്? ഞാനും എൻ്റെ കെട്ടോളും തട്ടാനും എന്ന് പറഞ്ഞിടത്തേക്കാണ് ഇപ്പൊ പോണത്. അതുകൊണ്ട് ആ 3 ചോദ്യം പറയണം. രണ്ടാമത്തെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഒന്നാമത്തും പറഞ്ഞിട്ടില്ല, മൂന്നാമത്തും പറഞ്ഞിട്ടില്ല. 4-മത്തെ ചോദ്യം ഇബ്നു അബ്ബാസ് പറഞ്ഞതായി ഞാൻ
കോടിച്ചേരി വായിച്ചുവല്ലോ. ഇവിടെ പറഞ്ഞ ഇല്ലാ മാഷാ അല്ലാ എന്ന് പറഞ്ഞതിൽ ഉദ്ദേശിക്കപ്പെടുന്നത് അഹ്ലു തൗഹീദാണ്, അഹ്ലുൽ ഈമാനാണ്, അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദ് എന്നാണ് എന്നൊക്കെ ഖുർത്തുബിയിൽ നിന്ന് ഞാൻ വായിച്ചു. ഖുർത്തുബിയിൽ മാത്രമല്ല, റാസിയിലുണ്ട്, ഇബ്നു കസീറിൽ ഉണ്ട്, അതേപോലെ ഫത്ഹുൽ ഖദീറിൽ ഉണ്ട്, അതേപോലെ ഒട്ടുമിക്ക തഫ്സീറുകളിലും നമുക്കത് കാണാൻ കഴിയും. ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇബ്നു അബ്ബാസ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇസ്തിംതാഴ് ചെയ്ത ആളുകൾ നരകത്തിൽ ശാശ്വതരാണ് പറയുമ്പോഴും ഇല്ലാ മാഷാ അല്ലാഹ്, അല്ലാഹു ഉദ്ദേശിച്ചവർ ഒഴികെ എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം അഹ്ലുൽ ഈമാൻ, ഈമാന്റെ ആളുകൾ, തൗഹീദിന്റെ വക്താക്കൾ എന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ ഇല്ലേ? ഇസ്തിംതാഴ് ചെയ്തവർ എല്ലാം ശിർക്കാണെങ്കിൽ പിന്നെ ആ ശിർക്ക് ചെയ്തവരെ പറ്റി എങ്ങനെ അവർക്ക് ഇല്ലാ മാഷാ അല്ലാഹ് പറയാ? നാലാമത്തെ ചോദ്യം അതാ. പക്ഷെ അത് പറയുമ്പോൾ ഒന്നും മറക്കരുത്. രണ്ട് നിങ്ങൾ പറഞ്ഞു ഇസ്തിംതാഴ് പലവിധമുണ്ട്, ശരി, അതിൽ ഇസ്തിആനത്ത് പെടും, അത് നിങ്ങൾ പറഞ്ഞു. പക്ഷെ 1, 3 ഇപ്പൊ നാലാമത്തേതും മറുപടി പറയണം. ആലു ശൈഖ് വൈരുദ്ധ്യം പറഞ്ഞൊന്ന് വെട്ടി തീർക്കാൻ അപ്പശ്രമം. ഇത് ആലു ശൈഖ, ഇത് അബ്ദുറഹ്മാൻ സലഫി അല്ല. ആലു ശൈഖ് വ്യക്തമായി പഠിപ്പിച്ചു ഇത് ഇസ്തിആനത്ത്, ഇത് അൽ ഇസ്തിആനത്തു ബിൽ ജിന്നി സവാഅൻ അകാനു മുസ്ലിമീന അം ഗൈറു മുസ്ലിമീന വസിലത്തുൻ മിൻ വസായിൽ ശിർക്കി. നിങ്ങൾ വായിച്ചിലെ 8 വരി മേലെ മുസ്ലിം ആവട്ടെ അല്ലാത്താവട്ടെ വസിലത്തുൻ മിൻ വസായിൽ ശിർക്കി, ശിർക്കിലേക്കുള്ള വസീലയാണ്. ഇന്ന് തെളിവെടുത്ത എന്താ? ഖാല തആല എന്ന് താഴെ പറയുന്നു. അല്ലാഹു പറഞ്ഞിരിക്കുന്നു വയൗമ യഹ്ശുറുഹും ജമീഅ എന്ന ആയത്ത്. എന്താ പറഞ്ഞത്? മുസ്ലിം ആവട്ടെ മുസ്ലിം അല്ലാത്തതാവട്ടെ ശിർക്കിലേക്കുള്ള വസീലയാണ്. കാരണം എന്താ? അങ്ങനത്തെ ചോദ്യത്തെ പറ്റിയ മേലെ അദ്ദേഹത്തോട് ചോദ്യം. അപ്പോൾ ഏതായിരുന്നാലും വിഷയത്തിലേക്കല്ല മൂപ്പര് വരുന്നത്. ഇപ്പോൾ അവസാനത്തെ ചോദ്യം ഇല്ലാ മാഷാ അല്ലാ എന്നുള്ളതിൽ അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ മന്നാന്ന് പറഞ്ഞിട്ടുള്ളൊരു കളിയുണ്ട്. ആ കളിയിലൊന്നും ഈ വിഷയവുമായി, തർക്ക വിഷയവുമായി ഒരു ബന്ധവും ഇല്ല മുസ്ലിയാരെ. ആ മുസ്ലിയാർ പണി അത് എത്ര ചെയ്താലും രക്ഷപ്പെടാൻ പോകുന്നില്ല. നിങ്ങളുടെ കഴിഞ്ഞ ചോദ്യത്തിന് ഞാൻ പറഞ്ഞു, ജിന്ന് ഭൗതികമാണോ? അല്ലേ? നിങ്ങൾ തന്നെ കോഴിച്ചന സംവാദ വ്യവസ്ഥയിൽ അഭൗതികമായ ജിന്നിനോട് എന്ന് സമ്മതിച്ചിരിക്കെ ഇനിയും അതിൽ നിന്ന് പുറകോട്ട് പോവുകയാണോ മുസ്ലിയാരെ? നാട് നീളെ പ്രസംഗിച്ച് കുറേ സാധുക്കളായ ശുക്കൂറ് കുറേ പറഞ്ഞല്ലോ. ഏതായി ശുക്കൂർ അറിയോ? ഓനിങ്ങനെ KNMന്റെ ഒരു പ്രവർത്തകനാണ് എന്നാ? അല്ല, ഓൻ ഈ ജിന്നൂരിയായ ജിന്നുവാദം തലയിൽ കയറി അതുമായി നടന്നിട്ട് എൻ്റെ അടുത്ത് ഓൻ്റെ വാപ്പ ഓനെ പിടിച്ചുകൊണ്ട് വന്നിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞു, ആ കുട്ടി നന്നാകുന്ന ലക്ഷണമല്ല ഉള്ളത്. കാരണം കുട്ടിൻ്റെ ഈ ജിന്ന് കുത്തിക്കയറ്റിയതാണ്. ഈ ഫൈസൽ മൗലിയാരെ ഈ വാദം തലയിൽ കടത്തിക്കൂട്ടിയ കുട്ടിയാണ്. ഒരുപാട് കുട്ടികൾ ജിന്നിനോട് സഹായം ചോദിച്ചാൽ എന്താ കുഴപ്പമെന്നാണ്, അതിനൊരു കുഴപ്പമില്ല എന്നാണ് വാദിക്കുന്നത്. ഇല്ലാന്ന് മാത്രമല്ല, അങ്ങനെ ചെയ്യാൻ വരെ ചില ആളുകൾ ഒരുമ്പെട്ട സംഭവമാണ് പത്രങ്ങളിൽ വന്നത് നമ്മൾ കേട്ടത്. അവിടേക്കാണ് നിങ്ങൾ കൊണ്ടുപോണത്. ഷിർക്കിന്റെ വഴിയിലേക്കാണ്, തൗഹീദിന്റെ വഴിയിലേക്കല്ല. വസീലത്തു ഷിർക്കാണ് ബാധിക്കുന്നത്, അതാണ് സ്ഥാപിക്കുന്നത്, അതിലേക്കാണ് നയിക്കുന്നത്, തൗഹീദിലേക്കല്ല. പോയി നിങ്ങൾ തൗഹീദിൽ നിന്ന് നയിച്ചു, നിങ്ങൾ ഷിർക്കിലേക്ക്. തൗഹീദിന്റെ വഴിയിൽ നിന്ന് ഷിർക്കിന്റെ വഴിയിലേക്കാണ് നിങ്ങളുടെ വാദവും നിങ്ങളുടെ പ്രവർത്തനവും. അതീവ ഗൗരവമായി കാണണം മുസ്ലിയാരെ. പിന്നെ ഞാൻ മറുപടി പറഞ്ഞിട്ടില്ല. അതൊരു മുസ്ലിയാരെ സോക്കേടാണ്. അത് നിങ്ങൾക്ക് തൽക്കാലം ഉണ്ടാവും, അത് പെട്ടെന്നൊന്നും മാറൂല. ഇത് കഴിഞ്ഞാലും ഇടവണ്ണ പ്രസംഗിച്ചാലും മാറൂല. ഇതിൻ്റെ ഇന്ന് കുടിച്ചതാണ് ശരിയായ, അതിൻ്റെ ഫലം നിങ്ങൾക്ക് കുറേ നാൾ നീണ്ടു നിൽക്കും. ഇനി ഇപ്പം മൂപ്പര് പറഞ്ഞത്, ഞാൻ കഴിഞ്ഞതിന് പറഞ്ഞത് ഞാൻ ഒന്നുകൂടി ആവർത്തിച്ചു. അഭൗതികമാണെന്ന് നിങ്ങൾ കോഴിച്ചരയിൽ സമ്മതിച്ചത് കൊണ്ട് ഇനി അതിൻ്റെ പിന്നാലെ പോയി കുഴപ്പമുണ്ടാക്കാൻ നടക്കണ്ട. ഇനിയോ ഇപ്പം പറഞ്ഞിട്ടുള്ളത് ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞാൽ അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദ്, മുവഹിദുകളായ തൗഹീദുള്ള ആളുകളിൽ തെറ്റ് ചെയ്തവർ അവരാണ് നരകത്തിൽ പ്രവേശിച്ചാൽ ശാശ്വതമാകാതെ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവർ. ഇവിടെ അഹ്ലുൽ ഉസാത്ത് എന്ന് പറഞ്ഞാൽ മുസ്തഈനീന ബിൽ ജിന്നി, ജിന്നിനോട് സഹായം തേടിയവർ. അതാണോ ഇബ്നു അബ്ബാസ് പറഞ്ഞത്? അതാ വായിക്കേണ്ടത്, അതിനാ പറഞ്ഞത്. ഇത് തിരിയാത്തത് കൊണ്ടല്ല, മോലിയൊരു വട്ടം തിരിയാണ്. നിങ്ങളെ മുഴുവൻ അവസരവും കഴിഞ്ഞാലും മുസ്ലിയാരെ ഈ തിരിയാത്ത കളിച്ചിട്ട് ഇങ്ങനെ വട്ടം തിരിയേണ്ടി വരും. എനിക്കിങ്ങനെ പറയേണ്ടി വന്നതിൽ സങ്കടമുണ്ട്. കാരണം എന്താ അറിയോ,
ഈ ഒരു പണ്ഡിതനായ ഒരു പണ്ഡിത സുഹൃത്ത്, ഞാൻ ആദരിക്കേണ്ട ഒരു വ്യക്തി എന്നെ എന്ത് തെറി പറഞ്ഞോട്ടെ, സമുദായത്തിന്റെ മുമ്പിൽ ഒരു താടിയും അതുപോലെ തന്നെ ഒരു പണ്ഡിത വേഷവുമായി നടക്കുന്ന ഒരാളാണല്ലോ, അദ്ദേഹം ഈ ജാതി കളി കളിക്കരുതായിരുന്നു, ശിർക്കിന് വേണ്ടി കളിക്കരുതായിരുന്നു. അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദ്, തൗഹീദുള്ള പിശാചിന് വഴിപ്പെട്ട് പാപം ചെയ്ത ആളുകൾ നരകത്തിൽ കിടന്നാൽ അവർ കാലാകാലം നരകത്തിലല്ല, അവർ ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടും എന്നതാണ് ഒരർത്ഥം. വേറെയും അർത്ഥങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഉദ്ധരിച്ച അതിൻ്റെ അർത്ഥം ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഞാൻ ഇതിന് നൽകപ്പെട്ട 10 വ്യാഖ്യാനങ്ങളും വായിച്ചതും മനസ്സിലാക്കിയതും കോപ്പിയെടുത്ത് കയ്യിൽ വെച്ചതും എൻ്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് കാണാത്തവരാണെന്ന് കരുതി കളിക്കാൻ നോക്കണ്ട മുസ്ലിയാരെ. ചോദിച്ചിടത്തോളം പറഞ്ഞ മറുപടി ബോധ്യമായിട്ടുണ്ടല്ലോ. അൽ ഉസാത്തു മിൻ അഹ്ലി തൗഹീദാണ്, നരകത്തിൽ കാലാകാലം കടക്കാത്തവർ. തൗഹീദുള്ള എന്നാൽ ശിർക്കല്ലാത്ത മറ്റ് പാപം ചെയ്ത ആളുകളെ അവരുടെ കുറ്റത്തിന് അല്ലാഹ് ശിക്ഷിച്ചു കഴിഞ്ഞാൽ അവരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അതാണ് ഖാലിദീന ഫിഹാ ഇല്ലാ മാഷാ അല്ലാഹ് എന്ന് പറഞ്ഞതുകൊണ്ട് ഉദ്ദേശിച്ച മായിന് മണ്ണ് എന്ന അർത്ഥം കൽപ്പിക്കുകയാണെങ്കിൽ തന്നെ അതേ വരികയുള്ളൂ. ഇതിലും മോലിയാരെ നിങ്ങൾക്ക് തെളിവില്ല. ജിന്നിനോട് സഹായം ചോദിക്കുന്നവൻ ശിർക്ക് ചെയ്തവൻ, വസീലത്ത് ശിർക്ക് ചെയ്തവനാണെന്ന് പരിഗണിച്ച് അവൻ അതിൽ നിന്ന് മോചിപ്പിക്കുമെന്ന് നിങ്ങളുടെ പൂതിയാണ്, നിങ്ങളുടെ മനസ്സിലെ വാദമാണ്. ഇബ്നു അബ്ബാസ് പറഞ്ഞതല്ല, ഖുർത്തുബി ഉദ്ധരിച്ചതല്ല. അതുകൊണ്ടാണ് ഞാനിത് വായിച്ചർത്ഥം പറയാൻ പറഞ്ഞപ്പോൾ മറുപടി പറയേണ്ട സന്ദർഭത്തിൽ വായിച്ചില്ലല്ലോ, അർത്ഥം പറഞ്ഞില്ലല്ലോ, ഉത്തരം പറഞ്ഞില്ലല്ലോ. സലഫി സൗണ്ട് കൂടുതൽ മറുപടി ആവൂല. എന്റെ മൂന്നാമത്തെ ചോദ്യം എവിടെ എന്താ തൊടാത്തത്? ജിന്ന് അഭൗതികമാണെങ്കിൽ എന്തുകൊണ്ട് ആ ഇസ്തിംദായിൽ ശിർക്കല്ലാത്തുണ്ടായി? ഇപ്പൊ ഭൗതികം കളിക്കേടുന്ന എന്റെ ചോദ്യം ശരിയായിട്ടില്ലാന്നാ. കാരണം മൂപ്പർ വിചാരിച്ച ഉത്തരം പറയണമെങ്കിൽ മൂപ്പർ വിചാരിച്ച ചോദ്യം ചോദിക്കണം. അതിൽ റഹ്മത്തുള്ളാഹി ഖാസി പറഞ്ഞില്ലേ, മൂപ്പര് കെട്ടിയ ഓടാവണ്ടേന്ന്. അത് ഞാൻ പറയുന്നില്ല, പക്ഷെ പറയിപ്പിക്കരുത്. അതുകൊണ്ട് ചോദ്യം ശരിയായിട്ടില്ലാന്നാ. ചോദ്യങ്ങൾക്ക് ശരിയാവില്ല, ഏത് ചോദ്യം ശരിയാവില്ല. ചോദ്യം വരാനും ചോദ്യം ചെയ്യാനും ഇനി അത്ര ഇരിക്കുന്നു ഈ ലോകത്ത്. അതുകൊണ്ട് ആ ബോധം ഉണ്ടായാൽ മതി. ഇപ്പൊ റഹ്മാനിക്കും തോന്നുന്നു റബ്ബെ കുടുങ്ങിയോ എന്നുള്ളത്. പക്ഷെ ഇനി കാര്യമില്ല, മുജാഹിദിക്ക് വിശ്വാസം പോയി, ഇനി വിശ്വസിക്കൂല എന്ന് കൂട്ടത്തിൽ മനസ്സിലാക്കിക്കോളി. ഏതായാലും ശുക്കൂറിന്റെ മേത്ത് കുത്തിക്കേറ്റ ജിന്ന് അവിടുന്ന് ഇറങ്ങിപ്പോയപ്പോ എവിടേക്കാ കയറിയത് എന്ന് നമുക്കിപ്പോ മനസ്സിലായി. എന്നിട്ട് പറന്ന് കുടിച്ചതാ ശരിയായത്. അപ്പൊ അതുണ്ടോ അല്ലാഹു നമുക്ക് അറിയില്ലായിരുന്നു, നമ്മൾ ആരോപിക്കുന്നില്ല. അപ്പൊ ഏതായിരുന്നാലും 4 ചോദ്യം ഇവിടെ ചോദിച്ചു. ഇനി 5ാമത്തെ ചോദ്യം, മുഖം പാടണ്ട. 5ാമത്തെ ചോദ്യം എന്താ? 5ാമത്തെ ചോദ്യം ഇവിടെ കോഴിച്ച സംവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ഈ സംവാദം ഉണ്ടായത്. അവിടെ ഇസ്തിആനത്താണല്ലോ ചർച്ചയ്ക്ക് വന്നത്. അതിനു വേണ്ടിയാണല്ലോ ഇത് മുഴുവനും നമുക്ക് പറയേണ്ടി വന്നത്. അത് ഞാൻ ആലുശൈഖ് ചോദിച്ചു, നിങ്ങളൊന്നും കാര്യമായി പറഞ്ഞില്ല. അതേപോലെ ഇസ്തിംദായി എങ്ങനെ 2 സൈസ് ഉണ്ടാവുക ചോദിച്ചു, പറഞ്ഞില്ല. ഇബ്നു അബ്ബാസ് ഞാൻ ഇപ്പൊ ചോദിച്ചു, എന്താ ആ വാചകം വായിച്ചു എന്നല്ലാതെ ഇബ്നു അബ്ബാസ് പറഞ്ഞു എന്ന് ഞാനവിടെ പറഞ്ഞു. അത് കളവാ, നിങ്ങൾ നാട് നീളെ പറഞ്ഞു, അതുകൊണ്ടാ ചോദിച്ചത്. ഇബ്നു അബ്ബാസ് പറഞ്ഞിട്ടുണ്ടോ? അപ്പോഴാ പറയുന്നത് മുസ്തഈന ബിൽ ജിന്നീൻ അവിടെ ഇല്ലല്ലോ എന്നാ. അതുണ്ട് നാലേ പദങ്ങൾ ഉണ്ടാക്കിയത് ഇബ്നു അബ്ബാസ് പറയോ? അത് പറയില്ലല്ലോ, അത് ശരിയല്ല. 4ാമതായി ചോദിക്കുന്നു, സൗദി അറേബ്യയിലെ പണ്ഡിത സഭയായ ലജ്നത്തു ദായിമ, ആ ലജ്ന ദായിമ അടക്കമുള്ള ഇഹ്യാത്തുറാസം അടക്കമുള്ള ലോക പണ്ഡിതന്മാർ മുഴുവനും അംഗീകരിക്കുന്ന ലജ്ന ദായിമ ഈ വിഷയത്തിൽ പറഞ്ഞു, ജിന്നോട് ഇസ്തിആനത്തുമായി ബന്ധപ്പെട്ട് ലിഅന്ന ദാലിക മിൻ ഇസ്തിആനതി ബിൽ ജിന്നി വശയാതീനി വഹിയ മുഹറമത്തുൻ വവസീലത്തുൻ മിൻ വസായിലിശ് ശിർക്കി. ഇത് ശിർക്കിലേക്കുള്ള വസീലകളിൽപ്പെട്ട ഒരു വസീലയാണ് എന്ന് ലജ്ന പറഞ്ഞു. അത് ദുർവ്യാഖ്യാനമാണോ? അതിന് ഉപചോദ്യമായി KJ സമർപ്പിച്ച പ്രബന്ധത്തിൽ ഈ ആയത്തെടുത്ത് കൊടുത്തിട്ട് ശിർക്കായ ഇസ്തിആനത്തും ഹറാമായ ഇസ്തിആനത്തും ഈ കായക്കുടിയാണ് എടുത്തു കൊടുത്തത്. 18ാമത്തെ പേജിൽ ഹറാമായ ഇസ്തിആനത്ത് പറഞ്ഞു, 4ാമത്തെയും 6ാമത്തെയും പേജിൽ ശിർക്കായ ഇസ്തിആനത്തും പറഞ്ഞു. എന്നിട്ട് തെളിവ് പറഞ്ഞ എന്താണ്? അദ്ദലീലുൽ അവ്വൽ അന്ന ഇസ്തിംതാൽ ജിന്നി ബിൽ ഇൻസി വൽ ഇൻസി ബിൽ ജിന്നി മുഹറമുൻ ഫി നുസൂസിൽ കിതാബി വസ്സുന്ന എന്നാണല്ലോ. അതും ദുർവ്യാഖ്യാനമാണോ? എങ്കിൽ കായക്കൊടിയല്ലേ 1ാമത്തെ ദുർവ്യാഖ്യാതാവ്, അത് അംഗീകരിച്ച സലഫിയല്ലേ 1ാമത്തെ ദുർവ്യാഖ്യാതാവ്? അന്ന് കൂട്ടുനിന്ന ദൗറയിലെ മെമ്പർമാർ മുഴുവനും ദുർവ്യാഖ്യാനിച്ചു എന്ന് പറയുമോ? അത് തന്നെ ഞാൻ പറഞ്ഞപ്പോൾ ദുർവ്യാഖ്യാനം. അതാ ഞാൻ അടുത്ത ജാള്യത മറക്കാൻ വേണ്ടിയുള്ള പണിയാണ് എന്നുള്ളത്. അതുകൊണ്ട് 5ാമത്തെ ചോദ്യത്തിന് ഒരു ചോദ്യം ഒരു ഉപചോദ്യവുമാണ്. 1 ലജ്നയുടെ ഈ ഫത്വ, 2 ഈ പ്രബന്ധവും.
ഏതായിരുന്നാലും മുസ്ലിയാർ വിഷയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പരമാവധി കത്തുകളിലും വ്യവസ്ഥ തീരുമാനിക്കുന്നിടത്തും അതേപോലെ തന്നെ വിഷയം അവതരിപ്പിച്ചപ്പോഴും രണ്ട് ഖണ്ഡനങ്ങളിലും പിന്നെ ചോദ്യം ഉന്നയിച്ചപ്പോഴും മറുപടി പറഞ്ഞപ്പോഴും ഒക്കെ ആവർത്തിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കേൾക്കുന്ന ആളുകൾക്ക് എൻ്റെ ഒച്ചലേശം കൂടി മോലിയാരത് കുറച്ച് കുറവാണ്, അതിനിപ്പോൾ ഞാൻ ഉത്തരവാദിയല്ല, ഒച്ച കൂട്ടങ്ങളെന്തെങ്കിലും പണിയെടുക്കുക എന്നുള്ളതല്ലാതെ എൻ്റെ ശബ്ദം കൂടിയെന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടൊന്നും കാര്യമല്ലല്ലോ. അപ്പോൾ ഇവിടുത്തെ ഈ 4 ചോദ്യങ്ങൾക്കും ഞാൻ കൃത്യമായി മറുപടി പറഞ്ഞിട്ടുണ്ട്. ആലി ഷെയ്ഖ് മുശ്രിക്കാണോ? ആലി ഷെയ്ഖ് മുശ്രിക്കല്ല. ആലി ഷെയ്ഖിൻ്റെ തെളിവ് നിങ്ങൾക്ക് തെളിവല്ല എന്ന് ഞാൻ എടുത്തു പറഞ്ഞു. അതേപോലെ തന്നെ ജിന്ന് ഭൗതികമാണോ അഭൗതികമാണോ എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും ഭൗതികമെന്ന് പ്രസംഗിച്ച് നടന്ന നിങ്ങൾ കോഴിച്ചന വ്യവസ്ഥ എഴുതിയപ്പോൾ അഭൗതികമാണെന്ന് സമ്മതിച്ചുകൊണ്ട് നിങ്ങൾ എഴുതി. അത് ഒരു ഖഡ്ഗമായി നിങ്ങളുടെ മൂർധാവിൽ നിങ്ങൾക്ക് നേരെ എന്നും തൂങ്ങിക്കിടക്കുകയാണ്. പിന്നെ നിങ്ങൾ ചോദിച്ച ചോദ്യം, നിങ്ങൾ ഇദ്ദേഹത്തെ സമ്മേളനത്തിന് വിളിക്കൂലേ എന്നാണ്. ഇതൊക്കെയാണ് മുസ്ലിയാരെ ഇത്ര തൗഹീദും ശിർക്കും നിർണയിക്കുന്ന നിർണായകമായൊരു സംവാദത്തിൽ ചോദിക്കേണ്ട ചോദ്യം. അതിനും ഞാൻ കൃത്യമായി പറഞ്ഞു, അത് ഇവിടെ വെച്ചിട്ട് ഞാനും മോലിയാരും തമ്മിൽ തീരുമാനിക്കേണ്ടതല്ല. KNM-ന്റെ സമ്മേളനത്തിൻ്റെ സ്വാഗത സംഘമാണ് ആരെയാണ് മുഖ്യ ഗസ്റ്റായി വിളിക്കേണ്ടത് എന്നുള്ളതൊക്കെ. പിന്നെ നമ്മളെ പാസ്പോർട്ടും മറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, ആധാരവും മറ്റു കാര്യങ്ങളൊക്കെ അല്ലേ. 10 ആൾ ഒപ്പിട്ട ആളുകൾ ഇന്ന് ആരൊക്കെ ഉള്ളത് എന്നാണ്. നിങ്ങൾക്ക് അതിൻ്റെ ഒരു കഥയും അറിയില്ല. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേന്ന് ഞാൻ ഫൈസൽ മുസ്ലിയാരെ വിളിച്ചു. സക്കരിയ അന്ന് ഫൈസൽ ഈ സ്വഭാവത്തിലല്ലുള്ളത്, അതുകൊണ്ടാണ് ഞാൻ വിളിച്ചത്. ഇതാ ഇങ്ങനെ ഒരു നല്ല അവസ്ഥയിലെത്തിയിട്ടുണ്ട്, അതുകൊണ്ട് നിങ്ങൾ സക്കരിയയുമായി ബന്ധമുള്ള ആളുകൾ ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു. എന്നോട് വിളിച്ചെന്ന് പറഞ്ഞു, ഫോണിൽ കിട്ടിയില്ലെന്ന് പറഞ്ഞു. എനിക്ക് ഒരു കാര്യമല്ല സക്കരിയും ഫൈസലും, ഇനി പറപ്പൂരും PN-ഉം ഇനി വേറെ ആരെങ്കിലും അത് അവനാൻ്റെ കാര്യമാണ്. എനിക്ക് എൻ്റെ പരലോകം, ഞാൻ ഏറ്റെടുത്ത ഉത്തരവാദിത്തം ഈ 2 കാര്യങ്ങളും ശ്രദ്ധിച്ചുകൊണ്ട് പണിയെടുക്കുക എന്നുള്ളത് മാത്രമേ എന്നെ സംബന്ധിച്ചു ഉള്ളൂ. ആ കാര്യമാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ 10 ആളിൽ എത്ര ആളെ കൊണ്ടുവന്നത്? നിങ്ങൾക്ക് അതിൻ്റെ കഥ അറിയോ? നിങ്ങളാ കൂട്ടത്തിലില്ലല്ലോ. ഞാൻ പറഞ്ഞത് ഈ ഒപ്പിനെ പറ്റി, ഈ തീരുമാനത്തെ പറ്റിയല്ല. ഞാൻ പറഞ്ഞത് സംഘടനയുടെ തീരുമാനത്തെ പറ്റിയാ. അത് അബ്ദുറഹ്മാൻ സലഫി എടുക്കുന്ന തീരുമാനമല്ല, അതാണ് ഏകകണ്ഠമായ തീരുമാനം. ഇവിടെ ഈ ജിന്നുവാദക്കാരെ പിടിച്ചു വെച്ച് മൂക്ക് കൊണ്ട് ക്ഷാവരപ്പിച്ച് വിട്ട ദിവസമാണ് നിങ്ങൾ പറഞ്ഞ 10 ആളുകൾ. ഈ 10 ആളിൽ പറപ്പൂര് PN, സക്കരിയ സലാഹി, ഷമീർ മദീനി, ഹംസ മദീനി, അബൂബക്കർ സലഫി, ഷംസുദ്ദീൻ പാലത്ത്, ഈ 7 ആളുകൾ ഏത് ഭാഗത്താണുള്ളത്? അന്ന് ആ ഭാഗത്തുള്ളതാ, ഞങ്ങൾക്കതറിയാം. അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ചർച്ചയ്ക്ക് ഇരുന്നത്. പിന്നെ അനസ് മൗലവിയും ഹനീഫ് കായക്കൊടി ഉണ്ട്. പിന്നെ PN നിർബന്ധിതനായിട്ട് വിളിച്ചതാണ്. അതാണ് ആ 10 എന്ന് പറഞ്ഞത്. പക്ഷെ ഈ 7 ആൾ കൂടി ഇരുന്നിട്ടും അവിടുന്ന് കൃത്യമായി കേരള നേതൃത്വത്തിൽ മുജാഹിദീൻ ഉയർത്തിപ്പിടിക്കുന്ന ആശയാദർശങ്ങൾ അംഗീകരിപ്പിച്ചു വിട്ടതാണ്. ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കാണെന്ന് അവരൊക്കെ തന്നെ ഒപ്പുവെച്ചിട്ടുള്ള കാര്യമാണ്. ഇതാണ് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. ഇവിടുത്തെ കാതലായ വശം വീണ്ടും ആവർത്തിക്കേണ്ടി വന്നതിൽ ഞാൻ ശ്രോതാക്കളോട് ക്ഷമ ചോദിക്കുകയാണ്. ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ശിർക്കാണ് എന്നതിനാണ് ഈ മുസ്ലിയാർ അവിടെ വെച്ചുകൊണ്ട് അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതിയത്. മുസ്ലിയാരെ, അത് നിങ്ങൾ ഓതിയതാണ്. അതാരാണ് അങ്ങനെ പറഞ്ഞത്? മുസ്ലിയാർ പറഞ്ഞു, ഇബ്നു അബ്ബാസ് വസീലത്തു ശിർക്കാണെന്നതിന് ഈ ആയത്ത് വ്യാഖ്യാനം നൽകിയിട്ടുണ്ട്. അതാണ് മുസ്ലിയാരോട് അന്ന് മുതൽക്ക് ഇന്ന് വരെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടും ചോദിച്ചത്. ഓതൂ, അത് തഫ്സീറിൽ നിന്ന് വായിക്കൂ, അത് ഇബ്നു അബ്ബാസിന്റെ വ്യാഖ്യാനം ഉദ്ധരിക്കൂവെന്ന് കഴിഞ്ഞില്ല മുസ്ലിയാരെ നിങ്ങൾക്ക്. വീണ്ടും ചോദിച്ചു, ഖുർത്തുബിയിൽ നിന്ന് ജിന്നിനോടുള്ള സഹായത്തേട്ടം വസീലത്തു ശിർക്കാണെന്ന് നിങ്ങൾ അവിടെ തട്ടിവിട്ടല്ലോ, നിങ്ങൾ ജനങ്ങളെ കബളിപ്പിച്ചല്ലോ. ഖുർത്തുബിയുടെ പേരിലും ഇബ്നു അബ്ബാസിന്റെ പേരിലും ആയത്തുദ്ധരിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്തിയല്ലോ. ആ ഖുർത്തുബിയിൽ നിന്ന് ആ വാചകമൊന്ന് വായിക്കൂ. അവതരണത്തിലില്ല, ഖണ്ഡനങ്ങളിലില്ല, നിങ്ങൾ മറുപടി പറഞ്ഞപ്പോഴില്ല, എൻ്റെ ചോദ്യത്തിൻ്റെ ഉത്തരത്തിലില്ല. ഇപ്പോൾ നിങ്ങൾ ചോദ്യം ചോദിക്കുന്ന ഘട്ടത്തിലെങ്കിലും അവസാനമെങ്കിലും ഒരു വാക്ക് പറയാമായിരുന്നു. പറഞ്ഞില്ല, നിങ്ങൾക്ക് കഴിയില്ല. പിന്നെ നിങ്ങൾ ആകെ പറഞ്ഞത് ഇബ്നു അബ്ബാസ് ഇല്ല മാഷാ അല്ലാഹ് എന്നതിന്. സുഹൃത്തുക്കളെ, അടുത്തതായി
കൺക്ലൂഷനാണ്. 2 വിഭാഗത്തിനും 10 മിനിറ്റ് വീതം. അതും നറുക്കെടുപ്പിലൂടെയാണ് ആദ്യം ആര് സംസാരിക്കണമെന്ന് തീരുമാനിക്കുക. 10 മിനിറ്റ് ആണ് ഒരു പണ്ഡിതന് സമയമുള്ളത്. ടോസ് ഇട്ട് അത് തീരുമാനിക്കും. മനോ ആദ്യം സംസാരിക്കേണ്ടത് അബ്ദുറഹ്മാൻ സലഫിയാണ്. 5:41 അല്ലേ? 5:41 5:52 വരെ സംസാരിക്കാൻ വേണ്ടി ബഹുമാന്യൻ അബ്ദുറഹ്മാൻ സലഫിയെ ക്ഷണിച്ചോളൂ. സലഫി തുടങ്ങുന്നത് മുതൽ 10 മിനിറ്റ്. വേഗം തുടങ്ങും. ആരും സംസാരിക്കരുത്. ഇനി സലഫി തുടങ്ങണം. ആയിക്കോട്ടെ. അസ്സലാമു അലൈക്കും. കടലാസ് തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞാൽ തുടങ്ങിയിട്ട് 10 മിനിറ്റ് ഉണ്ടാവും. എല്ലാ ആളുകൾക്കും അങ്ങനെ തന്നെയാണ്. 10 മിനിറ്റാണ്. അത് പെട്ടെന്ന് നിങ്ങൾ തുടങ്ങണമെന്ന് പറഞ്ഞൊരു അനാവശ്യമായിട്ട് സംസാരിക്കേണ്ട ആവശ്യത്തിലില്ല. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, സഹോദരന്മാരെ, അള്ളാഹു അല്ലാത്തവരോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണ്. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും. അല്ല, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് മനുഷ്യരോട് സഹായം ചോദിക്കുന്നത് പോലെയാണ്, ശിർക്കാവില്ല. അത് വസീലത്തു ശിർക്കേ ആവുകയുള്ളൂ എന്ന ഒരു വാദം ഉടലെടുത്തതിനെ തുടർന്നാണ് ഈ വാദങ്ങളും ഖണ്ഡന പ്രസംഗങ്ങളും നാടുനീളെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് ഒരു തെളിവുമില്ല. അവസാനം ഒരു ദുർബലമായ ജൂതന്മാർ കറ്റുകെട്ടിയുണ്ടാക്കിയ ഒരു ദുർബലമായ വാറോലയിലാണ് ചെന്ന് അഭയം തേടി നോക്കിയത്. എന്നാൽ ആ വാറോലയെ അത് പൊന്നോലയാക്കാൻ കഴിയില്ലെന്ന് ബോധ്യപ്പെട്ടപ്പോഴാണ് ഒരു ദുർവ്യാഖ്യാനം ആയത്തുദ്ധരിച്ചുകൊണ്ട് ബഹുമാന്യനായ എൻ്റെ മറുചേരിയിൽ സംസാരിച്ച ഫൈസൽ മുസ്ലിയാർ നടത്തിയിട്ടുള്ളത്. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ ഖണ്ഡിതമായ ആയത്തുകളുണ്ട്. ഹുന്ന ഉമ്മുൽ കിതാബ് വഉഖറു മുതശാബിഹാത്ത് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വഇബ്തിഗാഅ തഅ്വീലിഹി വമാ യഅലമു തഅ്വീലഹു ഇല്ലല്ലാഹ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, ഖുർആനിൽ സുവ്യക്തമായ വചനങ്ങളുണ്ട്, ഗണ്ണിതമായ വചനങ്ങളുണ്ട്. ആ വചനങ്ങളാണ് ഈ ഗ്രന്ഥത്തിൻ്റെ മൂല തത്വങ്ങൾ, അതിലാണ്. എന്നാൽ ഗണ്ണിതമല്ലാത്ത ആശയങ്ങൾ ഉൾക്കൊള്ളുന്ന വചനങ്ങളുമുണ്ട്. അത്തരത്തിലുള്ള വചനങ്ങളുടെ പിന്നാലെ മനസ്സിൽ വക്രതയുള്ളവർ
പോകും. എന്നിട്ടവർ ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് അതിനെ ദുർവ്യാഖ്യാനിച്ചു കൊണ്ടുപോവുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ തന്നെ പറയുകയാണ്. അല്ലാഹു അല്ലാത്തവരോട് സഹായം തേടുന്നത് കടലിലാകട്ടെ, കരയിലാകട്ടെ, മരുഭൂമിയിലാകട്ടെ, എവിടെയാകട്ടെ അല്ലാഹുവിനോട് ആകാവൂ എന്ന് പഠിപ്പിച്ച ഖുർആൻ ആ സുവ്യക്തമായ തത്വങ്ങൾ വിട്ടുകൊണ്ട് ഖുർആനിലെ ചില വചനങ്ങൾ സ്വഹാബത്തിന്റെ പേരിൽ കളവ് പറഞ്ഞ്, മുഫസ്സിറുകളുടെ പേരിൽ കളവ് പറഞ്ഞ്, ദുർവ്യാഖ്യാനം നടത്തി, ഫിത്നയുണ്ടാക്കി, മുവഹ്ഹിദുകളുടെ ഇടയിൽ കുഴപ്പമുണ്ടാക്കി, ഭിന്നിപ്പുണ്ടാക്കി ഈ ശിർക്കിന്റെ വഴിയിലേക്ക്, വസീലത്തു ശിർക്കിലേക്ക് പിടിച്ചു കൊണ്ടുപോകുന്നത് മനസ്സ് ശുദ്ധമല്ലാത്തത് കൊണ്ടാണ്. ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഉൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലിഹി വമാ യഅലമു തഅവീലഹു ഇല്ലല്ലാഹ് വറാസിഖൂന ഫിൽ ഇൽമി യഖൂലൂന ആമന്നാ ബിഹി കുല്ലും മിൻ ഇൻദി റബ്ബിനാ വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ് എന്നാണ് വിശുദ്ധ ഖുർആൻ വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ആ ദുർവ്യാഖ്യാനങ്ങളുടെ പിന്നാലെ പോവരുതെന്നാണ് എൻ്റെ സഹോദരന്മാരോട് എനിക്ക് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കുവാനുള്ളത്. അത്തരത്തിലുള്ള പോക്ക് അപകടമായിരിക്കും. മഹാന്മാരായ പണ്ഡിതന്മാർ, സലഫി പണ്ഡിതന്മാർ മജ്മുഅത്തുർ റസായിൽ വൽ മസായിൽ വ്യക്തമായി പറയുന്നു, അന്നൽ ഖുർആനുൽ കരീമ ഫീഹി ആയാത്തുൻ മുഹ്കമാതുഹുന്ന ഉമ്മുൽ കിതാബു ഔഖറു മുതശാബിഹാത്ത്. ഈ ഖുർആനിൽ മുഹ്കമാത്തുണ്ട്, മുതശാബിഹാത്തുണ്ട്. ആ മുതശാബിഹാത്തിനെ മുഹ്കമാത്തിലേക്ക് മടക്കണം. തർക്കമുള്ള, സംശയമുള്ളത് ഖണ്ഡിതമായ വചനങ്ങളിൽ വന്നതിലേക്ക് മടക്കണം. എന്നിട്ടതാണ് സ്വീകരിക്കേണ്ടത് എന്ന് തുടങ്ങിക്കൊണ്ട് ഈ ദുർബലമായ റിപ്പോർട്ട് കൂടി എടുത്തുദ്ധരിച്ചുകൊണ്ടാണ് ഫഅമ്മല്ലദീന ഫീ ഖുലൂബിഹിം സൈഗുൻ ഫയത്തബിഊന മാ തശാബഹ മിൻഹു ഇബ്തിഗാഅൽ ഫിത്ന വബ്തിഗാഅ തഅവീലിഹി എന്ന ആയത്ത് ഉദ്ധരിച്ചുകൊണ്ട് മനസ്സിൽ വക്രതയുള്ളവരാണ് അതിൻ്റെ പിന്നാലെ പോകുന്നത് എന്ന കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുപോലെ തന്നെ ഒട്ടനവധി ഗ്രന്ഥങ്ങളിൽ ഈ കാര്യം പരാമർശിക്കുന്നതിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ജിന്നിനോട് സഹായം ചോദിക്കുന്നത് ശിർക്കല്ല എന്ന് പറയാനോ? ശിർക്കാണ് എന്ന കാര്യത്തിൽ തർക്കമില്ലല്ലോ. വസീലത്തു ശിർക്കായതുണ്ട്, ശിർക്കല്ലാത്തതുണ്ട്. വസീലത്തു ശിർക്കായതുണ്ട്. ജിന്നിനോടുള്ള സഹായ തേട്ടത്തിൽ അതിനായത്തുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുള്ള ഫൈസൽ മുസ്ലിയാർക്ക് ഒരായത്ത് ഓതി എന്നല്ലാതെ ആ ആയത്തിന് ഇസ്തിൻതാഇൽ പെടുമെന്ന് പറയാനല്ലാതെ കഴിഞ്ഞിട്ടില്ല. നേരെ മറിച്ച് അദ്ദേഹം ഇബ്നു അബ്ബാസിനെ ഉദ്ധരിച്ചത് നാസിർ സുല്ലമിയുടെ ചോദ്യത്തിന് ഏത് സ്വഹാബിയാണ് ഈ ആയത്തിൽ നിന്ന് ഇങ്ങനെ ഇസ്തിആനത്ത് വസീലത്ത് ശിർക്കാണെന്ന് മനസ്സിലാക്കിയത് എന്ന ചോദ്യത്തിന് പിടിച്ചോളൂ ഇബ്നു അബ്ബാസ്. എന്തിനു പിടിച്ചോളൂ? ഇബ്നു അബ്ബാസ് മുത്ത് പറഞ്ഞതല്ല പിടിക്കാൻ പറഞ്ഞത്, ചോദ്യത്തിന് മറുപടിയായിട്ടല്ലേ. എങ്കിൽ താങ്കൾക്ക് ബാധ്യതയുണ്ട്. ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്തു ശിർക്കാണെന്ന് ഇബ്നു അബ്ബാസ് പറഞ്ഞത് തെളിയിക്കാൻ കഴിഞ്ഞിട്ടുള്ള മുസ്ലിയാരെ ഈ 4 മണിക്കൂർ പിന്നിട്ടിട്ടും അതിന് കഴിഞ്ഞിട്ടില്ല. അവസാനം നിങ്ങൾക്കൊരു ചാൻസ് കൂടിയുണ്ട്. ഈ വേദിയിൽ അവസാനം സംസാരിക്കുന്നത് നിങ്ങളാണ്. ആ സന്ദർഭത്തിലെങ്കിലും നിങ്ങളത് പറയണം. നിങ്ങൾ പറഞ്ഞു മുഫസ്സിറുകളുണ്ടോ? വീണ്ടും ഉണ്ട്. ഖുർത്തുബിയെ ഞാൻ ഉദ്ധരിച്ചു. ആ ഖുർത്തുബിയുടെ തഫ്സീർ നിങ്ങൾ ഉദ്ധരിച്ചത് എന്തിനാ? പിടിച്ചോളൂ. മണിമണിയായി പറഞ്ഞു. ഏത് മണിമണിയായിട്ടാ പറഞ്ഞത്? ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്ത് ശിർക്കാണെന്നതിന് ഈ ആയത്ത് ഉദ്ധരിച്ചത് നിങ്ങളെപ്പോലെ ഇബ്നു അബ്ബാസ് പറഞ്ഞു, നിങ്ങളെപ്പോലെ ഖുർത്തുബി പറഞ്ഞു എന്നത് പിടിച്ചോളൂ എന്നാ പറഞ്ഞത്. അതിന് പിടിക്കാൻ കിട്ടുന്നില്ല. ഞങ്ങൾ പിടിക്കാൻ വിചാരിച്ചിട്ട് എന്ത് കാര്യം? ഖുർത്തുബിയിലുമില്ല, ഇബ്നു അബ്ബാസും പറഞ്ഞില്ല. അവസാനം മുസ്ലിയാരുടെ 18ാമത്തെ അടവ്, ആ 18ാമത്തെ അടവ് ആലു ഷെയ്ഖിനെ കൂട്ടുപിടിക്കാൻ നോക്കി. അത് നേരെ തിരിഞ്ഞു കൊത്തി. ആലു ഷെയ്ഖ് പറഞ്ഞത് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത് മുസ്ലിം ജിന്നല്ല, കാഫിർ ജിന്നാണ്. കാഫിർ ജിന്നിനോടുള്ള സഹായ തേട്ടം അത് ശിർക്കാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതല്ലാതെ കാഫിർ ജിന്നിനോടുള്ള സഹായ തേട്ടം വസീലത്ത് ശിർക്കാണെന്ന് മുസ്ലിയാരെ ആലു ഷെയ്ഖും പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഈ വാദം സമർത്ഥിക്കുന്നതിലും എൻ്റെ ചോദ്യത്തിന് മറുപടി പറയുന്നതിലും അതേപോലെ നിങ്ങളുടെ ചോദ്യം വിഷയത്തിൽ നിന്ന് തെന്നിമാറാൻ ശ്രമിച്ചുവെന്നല്ലാതെ മർമ്മത്തിൽ നിന്നുകൊണ്ടാണ് ഞാൻ സംസാരിച്ചത്. കുറേ അനാവശ്യങ്ങൾ നിങ്ങൾ കൊണ്ടുവന്നത് അത് ഞാനിവിടെ സൂചിപ്പിച്ചു. കുറച്ചൊക്കെ ഞാൻ മൗനം പാലിച്ചതാണ്. കാരണം എൻ്റെ സമയം ഇപ്പോൾ അതിന് കളയാനുള്ളതല്ല. നിങ്ങൾക്ക് തടി തപ്പിയാൽ മതിയല്ലോ. അല്ലാഹുവേ, നിന്നെ സാക്ഷി നിർത്തിക്കൊണ്ട് ഞാൻ പറയുന്നു,
അല്ലാഹുവേ നിന്റെ അമ്പിയാക്കൾ ഉയർത്തിപ്പിടിച്ച തൗഹീദ്, അന്തിമ പ്രവാചകനായ മുഹമ്മദ് നബി ഉയർത്തിപ്പിടിച്ച തൗഹീദ്, നിന്റെ പ്രവാചകന്റെ അനുചരന്മാർ സഹാബ, താബിഈങ്ങൾ, തബഉ താബിഈങ്ങൾ, അയിമ്മത്ത്, മുജ്തഹിദീങ്ങൾ, അഹ്ലുസുന്നയുടെ നാളിതുവരെയുള്ള പണ്ഡിതന്മാർ മുറുകെ പിടിച്ച തൗഹീദ് ഞങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്നത് വരെ, ഈ ലോകം അവസാനിക്കുന്നത് വരെ നിലനിർത്താൻ നീ സഹായിക്കണമേ. അല്ലാഹുവേ തൗഹീദിന് നിന്റെ സഹായം ഉണ്ടാവേണമേ. ഏത് തരത്തിലുള്ള കള്ളക്കേസുകളാണെങ്കിലും ഏത് തരത്തിലുള്ള ദുഷ്പ്രചാരണങ്ങളാണെങ്കിലും അവക്കൊന്നും ഈ തൗഹീദിനെ തകർക്കാൻ കഴിയില്ല, തൗഹീദിന്റെ ആളുകളെ തകർക്കാൻ കഴിയില്ല. ഒരുപക്ഷെ നിങ്ങൾക്ക് ഭൗതികമായി എന്തെങ്കിലും നേടാൻ പറ്റിയേക്കും, ഇല്ല, ഈ ആദർശത്തെ തൊടാൻ അനുവദിക്കില്ല. പ്രതിജ്ഞാബദ്ധരാണ്. ഇസ്ലാഹി കേരളം പ്രതിജ്ഞാബദ്ധമാണ്, മുസ്ലിം കേരളം പ്രതിജ്ഞാബദ്ധമാണ്. ഈ അന്ധവിശ്വാസത്തിലേക്ക്, ഗൂഢോത്തരത്തിലേക്കും, ശിർക്കൻ ആചാരങ്ങളിലേക്കും, ശിർക്കൻ വിശ്വാസങ്ങളിലേക്കും, മന്ത്രവാദത്തിലേക്കും ഈ സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകാൻ അനുവദിക്കില്ല. നിങ്ങൾ വാദിക്കുന്നത് തൗഹീദിലേക്കുള്ള വഴിയല്ല, ശിർക്കിലേക്കുള്ള വഴിയാ. ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കും മുസ്ലിയാരെ. തൗഹീദിന്റെ വഴിയിലേക്കാണ് വാദിച്ചു കൊണ്ടുപോകുന്നതെങ്കിൽ നമുക്ക് ക്ഷമിക്കാം. എന്നാൽ നിങ്ങൾ ക്ഷണിച്ചു കൊണ്ടുപോകുന്ന, പഠിപ്പിച്ചു കൊണ്ടിരിക്കുന്ന വാദം ഇത് ശിർക്കിന്റെ വഴി, ആ ശിർക്കിന്റെ വഴിക്ക് വേണ്ടി സംസാരിക്കുന്നു, ആ വഴിയിലേക്കാണ് ആളുകളെ കൊണ്ടുപോകുന്നത്. ഞങ്ങൾ തൗഹീദിലേക്കാണ് വിളിക്കുന്നത്. ഞങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെ മുശ്രിക്കാക്കിയത് നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. കള്ള ആരോപണം അവസാനത്തേക്ക് നിങ്ങൾ വെച്ചതായിരിക്കാം. എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കിക്കോ, നിങ്ങളുടെ ഈ വാദം അന്നാറു മസുവാക്കുമെന്നത് വസീലത്തു ശിർക്കാണ്, ജിന്നിനോടുള്ള സഹായ തേട്ടമെങ്കിൽ നിങ്ങൾ ചെന്നുവിട്ട പടുകുഴി അഹ്മദ് ബിൻ ഹംബൽ വസീലത്തു ശിർക്ക് ചെയ്തുവെന്നാണ്, നബവി ചെയ്തുവെന്നാണ്, ഷൗക്കാനി ചെയ്തുവെന്നാണ്. ഇവരോടൊക്കെ മരിച്ചു ചെന്നാൽ അല്ല പറയുക അന്നാറു മസുവാക്കുമെന്നാണോ, അന്നാറു മസുവാക്കുമെന്നാണോ? എവിടേക്കാണ് മുസ്ലിയാരെ നിങ്ങളുടെ വാദം നിങ്ങളെ എത്തിക്കുന്നത്? വസീലത്ത് ശിർക്ക് ചെയ്യുന്നവരാണ്, അതാണ്, അത് ശിർക്കല്ല. അതിനാണ് ഈ ആഴിബാദല്ലമ്മ പിടിച്ചു നോക്കിയത്, അതിനാണ് ഈ ആയത്തും ദുർവ്യാഖ്യാനിച്ചത്. അഹ്മദ് ബിൻ ഹംബൽ ശിർക്ക് ചെയ്തു എന്ന് പറയേണ്ടി വരില്ലേ? വസീലത്ത് ശിർക്ക് ചെയ്തു എന്ന് നിങ്ങൾ സമ്മതിക്കുന്നുവോ? ഞങ്ങൾ സമ്മതിക്കില്ല. അദ്ദേഹം മുവഹിദാണ്, ശിർക്കും ചെയ്തിട്ടില്ല, വസീലത്ത് ശിർക്കും ചെയ്തിട്ടില്ല. നിങ്ങളെപ്പോലും ഈ വാദവുമായി നടക്കുന്ന നിങ്ങളെപ്പോലും മുശ്രിക്കെന്ന് പറയാൻ, സാക്ഷാൽ കാന്തപുരത്തെപ്പോലും മുശ്രിക്കെന്ന് ഞങ്ങൾ പറയില്ല. അത് ഇസ്ലാമിന്റെ അധ്യാപനമാണ്, അഹ്ലുസുന്നയുടെ അധ്യാപനമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള പ്രചാരം മാറ്റിവെച്ച് ഇത് പരലോകത്തിന്റെ കാര്യമാണെന്ന് മനസ്സിലാക്കി ഈ തൗഹീദിലേക്ക് തിരിച്ചു വന്ന് ഈ ആദർശത്തിന് വേണ്ടി നിലകൊണ്ട് മുവഹിദുകളായി ഒറ്റക്കെട്ടായി ഈ തൗഹീദ് ഉണ്ടെങ്കിൽ നമുക്കൊരുമിച്ച് നീങ്ങാം. വഅന്ന ഹാദിഹി ഉമ്മത്തുകും ഉമ്മത്തൻ വാഹിദ വഅന റബ്ബുകും ഫഅബ്ദൂൻ. ഐക്യമെന്നത് തൗഹീദിന്റെ പേരിലാണ്, വിശ്വാസത്തിന്റെ പേരിലാണ്. തൗഹീദുൽ കലിമ ബികലിമത്തി തൗഹീദ്. ഐക്യമെന്നത് കലിമത്ത് തൗഹീദ് കൊണ്ടാണ്. ആ കലിമത്ത് തൗഹീദിലേക്ക് വരിക. അല്ലാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദ്, അല്ലാഹുമ്മ ലക്കൽ ഹംദു അലാ കുല്ലി ഹാൽ. കഴിഞ്ഞ 10 മാസക്കാലമായി നാടുനീളെ പ്രചരിപ്പിച്ച ഖുർആനായത്ത് ദുർവ്യാഖ്യാനിച്ചുവെന്ന ആരോപണവും അതിനു മുമ്പേ തുടങ്ങി വെച്ച ശിർക്ക് ആരോപണവും അതിതാ കോടിച്ചിര സംഭവത്തിൽ ഈ നാസസുല്ലമി കൊണ്ടുവന്ന സബബവാദം പൊട്ടിപ്പൊളിഞ്ഞതുപോലെ, സഖാഫിമാർ കൊണ്ടുവന്ന സ്വമതിയത്ത് പൊട്ടിപ്പൊളിഞ്ഞതുപോലെ സലഫി ഏറ്റെടുത്ത ആ ആരോപണവും ഇതാ ഇവിടെ പൊട്ടിപ്പൊളിഞ്ഞ് തകർന്ന് തരിപ്പണമായി മാറിയിരിക്കുന്നു. അതിൻ്റെ ആക്രോശമാണ് ഈ അവസാന സമയത്ത് പോലും കേട്ടത് എന്ന് ബുദ്ധിയുള്ളവർ മനസ്സിലാക്കട്ടെ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, യഥാർത്ഥത്തിൽ ഇവിടെ പത്തപ്പിയത്തുകാരൻ ജൗഹർ മാഷ് സലഫിയെ കൊടുക്കാൻ വേണ്ടിയാണോ ഇതേ കൊണ്ടുവന്നത് എന്ന് ന്യായമായും ഞാനിപ്പോൾ സംശയിക്കുന്നു. അതുകൊണ്ട്
ഏതായാലും അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ സംവാദത്തിലൂടെ തെളിഞ്ഞു കഴിഞ്ഞു. പക്ഷെ അവസാനവും കളവ് പറയാനാണ് നോക്കുന്നത്. ജിന്നിനോട് സഹായം തരാൻ ശിർക്കാവില്ല, വസിയത്തു ശിർക്ക് ആകൂ എന്ന് വാദിച്ചു വന്നൊരു കള്ളം അവസാനത്തെ 10 മിനിറ്റിലും വെച്ച് കാച്ചി ശേഷം ഒരാളുണ്ട് എന്നെങ്കിലും ഓർക്കണ്ടേ. പക്ഷേ ഇന്ന് ഈ സംവാദം തുടങ്ങിയത് മുതൽ നിങ്ങൾ ചെയ്ത ദുർവ്യാഖ്യാനങ്ങൾ എണ്ണി എണ്ണി ഞാൻ പറഞ്ഞു. ഇന്ന മദാലികും ശൈത്വാൻ യുഖവിഫു ഔലിയാഹു ഫലാ തഖാഫുഹും വഖാഫൂൻ എന്ന ആയത്തിന് ചേകന്നൂര് വെച്ച അർത്ഥം, സലാം സലമി വെച്ച അർത്ഥം സാക്ഷാൽ ദുർവ്യാഖ്യാനം ഈ അബ്ദുറഹ്മാൻ സലഫി നടത്തിയത് ഞാൻ വായിച്ചു, ഞാൻ ഇവിടെ കേൾപ്പിച്ചു. ഞാൻ ഇവിടെ പറഞ്ഞു, അദ്ദേഹം മിണ്ടിയില്ല. അതേപോലെ ഇയ്യാക നഅ്ബുദു ഇയ്യാക നസ്തഈൻ എന്ന ആയത്തിലെ ഇസ്തിആനത്തിന് എം അക്ബർ സാഹിബിനെ കൊണ്ട് ദുർവ്യാഖ്യാനിപ്പിച്ചത് നിങ്ങളൊക്കെ കൂടിയാണ് എന്ന് ഞാൻ ഇപ്പോഴും മനസ്സിലാക്കുന്നു. അതേക്കുറിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. ഇന്നാ നഹ്നു നസ്സൽനാ ദിക്റ വ ഇന്നാ ലഹു ലഹാഫിദൂൻ എന്ന ആയത്ത് ഈ സംഘടനയെ അല്ലാഹു ഇറക്കിയതാണ് എന്ന് അർത്ഥം വെച്ച് ദുർവ്യാഖ്യാനിച്ചു. നിങ്ങളുടെ കൂട്ടത്തിൽ ഒരാൾ 2 പ്രാവശ്യം ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. വമാഹും ബിളാരിന ബിഹി മിൻ അഹദിൻ എന്ന ആയത്ത് ഇല്ലാ ബിഇദ്നില്ലാഹ് കട്ടുമുടിച്ചിട്ട് ദുർവ്യാഖ്യാനിച്ചു കെ.വി. അബ്ദുൽ ലത്തീഫ് മൗലവി. നിങ്ങൾ മിണ്ടിയില്ല. അതേപോലെ താടിയെയും ഇസ്ലാമിക വേഷത്തെയും പരിഹസിച്ച നിഅ്മത്തുല്ലാ ഫാറൂഖി എന്ന നിഅ്മത്തില്ലാത്ത ഫാറൂഖിയെ പറ്റി ഞാൻ പറഞ്ഞു, നിങ്ങൾ മിണ്ടിയില്ല. ജിന്ന് അഭൗതികമാണ് എന്ന നിങ്ങളെ പുത്തൻവാദം അതിന്റെ അടിസ്ഥാനത്തിലാണെങ്കിൽ എങ്ങനെയാണ് അഭൗതികമായ ജിന്നിനോട് ഇസ്തിംതാഇന് ശിർക്കല്ലാത്ത ഉണ്ടാവുക എന്ന് ചോദിച്ചു. നിങ്ങൾ ആ ചോദ്യം കേട്ടതുപോലുമില്ല. മറിച്ച് കോഴിച്ചനയിൽ ഞാനും സമ്മതിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് സമാധാനിക്കാനാണ് ശ്രമിച്ചത്. കോഴിച്ചനയിൽ ഏത് അഭൗതികമാണോ ഞാൻ എഴുതിയത് ആ അഭൗതികം അതിന് മുമ്പേ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഇപ്പോഴും പ്രസംഗിക്കുന്നുണ്ട്, ഇനിയും പ്രസംഗിക്കുകയും ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. അതേപോലെ വിചിന്തനത്തിൽ എൻ്റെ പേരിൽ മാർച്ച് 22-ാം തീയതി എഴുതിവിട്ട പച്ചക്കള്ളം വസിയത്തു ശിർക്ക് മാത്രമേ ആകൂ എന്ന് ഞാൻ വാദിച്ചു വന്നത് ഞാൻ ഇവിടെ വായിച്ചു. നിങ്ങളാരും മിണ്ടിയില്ല. അതേപോലെ പ്രാർത്ഥന അല്ലാഹുല്ലാത്തവർ കേൾക്കുമെന്ന പുത്തൻ വാദം, കുബൂരികൾ പോലും പറയാത്ത വാദം ഈ കായക്കൊടിയും ഈ നാസസുല്ലമയും ഈ സമുദായത്തിനെ കൊണ്ട് വിശ്വസിപ്പിക്കാൻ ശ്രമിച്ചത് ഞാനിവിടെ നേരത്തെ പറഞ്ഞു, മിണ്ടിയില്ല. നിലവിളക്ക് ഞാൻ പറഞ്ഞു, KNM സെക്രട്ടറിയായി കരുവള്ളിയുടെയും പറപ്പൂരിൻ്റെയും ഒക്കെ കസേരകളിൽ ിരിക്കാൻ വ്യാമോഹിച്ച് കയറി കൂടിയ ഒരു ഡോക്ടർ, അയാള് നിലവിളക്ക് കൊളുത്തിയത് ഞാനിവിടെ പരാമർശിച്ചു, അദ്ദേഹം അത് കേട്ടത് പോലുമില്ല. അതേപോലെ ജിന്ന് സുഹൃത്തും സോപ്പ് ചോദിക്കലും ഒക്കെ അനസ് മുസ്ലിയാരുടെ വാചകം ഞാനിവിടെ സൂചിപ്പിച്ചു പോയി. ഒരക്ഷരം മിണ്ടിയില്ല. എത്ര ഹദീസ് നിഷേധങ്ങൾ, എത്ര ആയത്ത് ദുർവ്യാഖ്യാനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞിട്ടും എന്തെങ്കിലും എന്ന് പറയാൻ കഴിയാതെ ഇപ്പൊ പറയാ മുഹ്കമും മുതശാബിഹും. നിങ്ങൾക്ക് വാദമുണ്ടോ റബ്ബന ഇസ്തംതഅ ബഅദുനാ എന്ന ഈ ആയത്ത് മുതശാബിഹാണെന്ന് വാദമുണ്ടോ? അത് മുഹ്കമല്ല, അത് മുതശാബിഹാണ് എന്ന് സലഫിക്ക് വാദമുണ്ടോ? പറയട്ടെ, ഉണ്ടെങ്കിൽ എവിടെങ്കിലും വെച്ചിട്ട്. അതേപോലെ ഇമാം അഹ്മദും ഇമാം ഷൗക്കാനിയും ഇമാം നബിയൊക്കെ വസിയത്തു ശിർക്ക് ചെയ്തു എന്ന് പരലോകത്തുനിന്ന് പറയൂലേ? അപ്പൊ കാലന്നാറും മസ്വാക്കും എന്ന് പറയുന്ന എന്നാ യാ ഇബാദല്ലാ ശിർക്കാന്ന് പറഞ്ഞ എന്താ അപകടമുള്ളത്? ഇമാം അഹ്മദും ഇമാം നബിയും ഇമാം ഷൗക്കാനിയും ശിർക്ക് ചെയ്തു എന്നല്ലേ അർത്ഥം. അപ്പൊ അവിടുന്ന് എന്താ പറയാ? ഖാലിദീന ഫീഹാ. അപ്പൊ ഇല്ല മാഷാ അല്ലാഹ് പോലും ഇല്ല. ഞങ്ങൾ പറഞ്ഞതോ അവർ വസിയത്തു ശിർക്ക് ചെയ്തു എന്നല്ല, യാ ഇബാദല്ലാ വസിയത്തു ശിർക്കാണ് എന്നല്ല, അത് ശിർക്കുമല്ല, അത് വസീലയുമല്ല. ആ ഹദീസ് ദഈഫാണ്, അമൽ ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നിട്ടും വ്യാജമായി KNM പേരിൽ നിങ്ങൾ എഴുതിവിട്ട ഈ പുസ്തകത്തിൽ പറഞ്ഞു അമൽ ചെയ്യാമെന്ന് നമ്മൾ പറയുന്നുവെന്ന്, ജിന്നിനെ വിളിക്കാമെന്ന് നമ്മൾ പറയുന്നുവെന്ന്, തേടാമെന്ന് നമ്മൾ പറയുന്നുവെന്ന് നിങ്ങൾ പറഞ്ഞു. അതിനെയാണ് ചോദ്യം ചെയ്തത്. അതേപോലെ KJവിന്റെ പേരിൽ നിങ്ങൾ പുറത്തിറക്കിയ ഈ പുസ്തകത്തിന് പോലും അള്ളാഹു മാത്രമേ പ്രാർത്ഥന കേൾക്കൂ, ഒരു സൃഷ്ടിയും പ്രാർത്ഥന കേൾക്കില്ല എന്ന ആശയം ഈ പുസ്തകത്തിലില്ലേ? 20-ാമത്തെ പേജിൽ. എന്തേ അതിൽ നിന്ന് നിങ്ങൾ മാറി? ഇങ്ങനെ തുടങ്ങി എത്ര വിഷയങ്ങൾ ഇവിടെ പരാമർശിക്കപ്പെട്ടു. അവസാനം ഇസ്തിആനത്തുൻ ബിൽ ജിന്ന് ശിർക്കായതുമുണ്ട്, വസീലയായതുമുണ്ട് എന്ന് സലഫിയെ കൊണ്ട് തന്നെ ഇവിടെ വായിപ്പിച്ചു. ആലു ശൈഖിന്റെ അത്തംഹീദ് എന്ന കിതാബിൽ നിന്ന്. എന്തേ വല്ലതും പറയാൻ കഴിഞ്ഞോ? ഞാൻ ചോദിച്ചു, ആലു ശൈഖ് ജിന്നൂരിയാണെന്ന് പറയുമോ? മൂപ്പർക്ക് പറയാൻ ബേജാറ്. മുസ്ലിക്കാന്ന് പറഞ്ഞ ഞങ്ങളെ ശൈലിയല്ലാതാ. അത് പറയണ്ട, ജിന്നൂരി എന്ന് പറയും. അതല്ലേ ഞങ്ങളെ പറ്റി പറയണത്? ജിന്നു വാദി എന്നല്ലേ പറയണത്? അനസ് മുസ്ലിയൊക്കെ തസ്ബീഹ് ചെല്ലണ പോലെയാണ് ഇപ്പത് ചൊല്ലിക്കൊണ്ടെടുക്കുന്നത്. അല്ലെങ്കിൽ ഇനി അതേ കഴിയുള്ളൂ, തസ്ബീഹ് നാവെന്ന് വരൂല. ആ കാലം കഴിഞ്ഞു. ഖുർആൻ ഓതാൻ കഴിയില്ല, ആ കാലം കഴിഞ്ഞു. എന്തേ നിങ്ങൾ പ്രതികരിക്കാതെന്ന്? അവസാനം ദുആ ചെയ്യാ, റബ്ബേ തൗഹീദിനെ സഹായിക്കണേ, തൗഹീദിനെ ആളുകളെ സഹായിക്കണേ, റബ്ബ് സ്വീകരിക്കുമാറാവട്ടെ എന്ന് ഞങ്ങളും കൂടി തരുന്നു. പക്ഷേ ആലോചിക്കണം, ലോകത്ത്
ഭാഗത്ത് പല ദുആകളും തിരിച്ചടിച്ചിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് അബൂജഹൽ ബദർ പ്രാർത്ഥിച്ചു, റബ്ബേ ഹക്കിന്റെ ആൾക്കാരെ സഹായിക്കണേ, അല്ലാഹ് സഹായിച്ചു. സലഫിദ പ്രാർത്ഥിക്കുന്നു, തൗഹീദിനെ സഹായിക്കണേ, റബ്ബ് സഹായിക്കും. സംശയമില്ല, റബ്ബ് ദുആ സ്വീകരിക്കുമാറാവട്ടെ. അദ്ദേഹത്തിനെതിരെ വന്ന കേസുകൾ കള്ളക്കേസുകളാണെങ്കിൽ അല്ലാഹു അതിൽ നിന്ന് രക്ഷപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ എന്നുകൂടി കൂട്ടത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഏതായിരുന്നാലും അൽഹംദുലില്ലാ ഇത്രയും കാര്യങ്ങൾ ഇവിടെ തെളിഞ്ഞിരിക്കുകയാണ്. മാത്രവുമല്ല നിങ്ങൾ സമ്മതിക്കുകയും ചെയ്തു ഹയ്യും ഹാദിറും ഖാദിറും. ഇത്രയും കാലം ചോദിച്ച് എന്താ ഹയ്യും ഹാദിറും ഖാദിറും എവിടുന്നേ കിട്ടി, ജബ്ബാർ മൊഴി കൊണ്ടുവന്നു എന്ന രൂപത്തിലായിരുന്നു പറഞ്ഞു പ്രചരിപ്പിച്ചത്. ഇപ്പൊ മൂപ്പര സംസാരത്തിലും വന്നു ഹയ്യാകണം, ഹാദിറാകണം, ഖാദിറാകണം, പക്ഷെ മനുഷ്യനാകണം, അത് മൂപ്പര വക കൂട്ടി.